ഈ കക്ഷിക്ക് സേഫ്റ്റിയിൽ താല്പര്യമില്ലാന്ന് തോന്നുന്നുണ്ടോ? ഹൂ കെയർസ്? എനിക്കത് തന്നെ പറയാനുള്ളത്. ഹൂ കെയർസ്? നിയമവ്യവസ്ഥിതിയെ വെല്ലുവിളിക്കുന്ന ഒരാൾ നിർമ്മാണ സഭയിലിരിക്കാൻ യോഗ്യനല്ല എന്ന് തന്നെ അബദ്ധം കൊണ്ട് പറ്റുന്നതുണ്ടാവും. മനഃപൂർവ്വം ചെയ്യുക, പർപ്പസ്ഫുള്ളി ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവൻ്റെ ലൈഫിലുള്ള മൊത്തം എടുത്ത് നോക്കുക, എല്ലാം ഇല്ലീഗലാണ്. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആവുന്നത് ഇല്ലീഗലായിട്ട്. ഹെൽമെറ്റ് വെക്കുന്നത് അലർജി, ഇന്റർകോഴ്സിൽ ഏർപ്പെടുന്ന സമയത്ത് കോണ്ടം ഉപയോഗിക്കുന്നത് അലർജി. ഇനി കോണ്ടം ഉപയോഗിക്കാതിരുന്നിട്ട് ഗർഭം ധരിച്ചു കഴിഞ്ഞാലോ കുട്ടികൾ അലർജി, ഖദർ അലർജി, കളറുള്ള ഷർട്ട് ഇടാൻ പറ്റുള്ളത്, ഒറിജിനൽ വോട്ടർ ID എന്ന് പറഞ്ഞാൽ അത് അലർജി. നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ മാത്രമേ ഞാൻ ഇടപെടൂ. എൻ്റെ ജീവിതത്തിൽ തുടക്കം തൊട്ട് ഒടുക്കം വരെ എത്രയൊക്കെ അനുഭവങ്ങളുണ്ടായാലും ഞാൻ ഈ നിയമവിരുദ്ധ പ്രവർത്തനവുമായി മുന്നോട്ട് പോകും, നിയമത്തെ വെല്ലുവിളിച്ച് മുന്നോട്ട് പോകും. ഹൂ കെയർസ് എന്ന ആറ്റിറ്റ്യൂഡിൽ നിന്ന് മാറാൻ, മാനസാന്തരപ്പെടാൻ തയ്യാറല്ലാത്ത രാഹുലിനെ ഇപ്പോഴും ഉൾക്കൊള്ളാൻ എൻ്റെ മനസ്സ് പാകമായിട്ടില്ല. നമസ്കാരം. നമസ്കാരം. അതായത് ഈ റോഡ് സേഫ്റ്റി എന്ന് പറയുന്ന പോലെ തന്നെയാണ് 2 വീലർ യാത്ര ചെയ്യുന്ന എല്ലാ യാത്രക്കാരും ഹെൽമെറ്റ് ധരിക്കണമെന്ന് നിർബന്ധ നിയമമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. പക്ഷേ സേഫ്റ്റി ഇഷ്ടപ്പെടുന്നത് കൊണ്ടോ ഇഷ്ടപ്പെടാത്തത് കൊണ്ടോ അതോ സേഫ്റ്റിയെ ഭയമില്ലാത്തത് കൊണ്ടോ ആണോ എന്നറിയില്ല, ഈ പോകുന്ന കക്ഷി ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഈ കക്ഷിക്ക് സേഫ്റ്റിയിൽ താല്പര്യമില്ലാന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഈ വീഡിയോ കണ്ടപ്പം അതിനകത്ത് ഹൂ കെയർസ്? എനിക്കത് തന്നെ പറയാനുള്ളത്. ഹൂ കെയർസ്? ആ ഹൂ കെയർസ് മെൻറ്റാലിറ്റിയിൽ നിന്ന് ഒരു ഇഞ്ച് പോലും രാഹുൽ മാറിയിട്ടില്ല എന്നുള്ളതാണ്. ഇത് കൃത്രിമമായിട്ടുണ്ടാക്കുന്നൊരു സംഭവമാണ് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം. സ്കൂട്ടറിൽ പോകുന്നത്, ഞാനിതിൻ്റെ ഫുൾ വീഡിയോ നേരത്തെ കണ്ടതാണ്. ഞാൻ ഇന്ന് രാവിലെ തന്നെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നതാണത്. പല ചാനലുകളായിട്ട് വന്നത് കണ്ടതാണ്. അത് അവരോട് സംസാരിക്കുന്നു, കുറിയൊക്കെ തൊട്ട് നല്ല കൊച്ചായിട്ട് വന്നിട്ടുണ്ട്. അമ്പലത്തിൽ പോകുന്നു, തൊഴുന്നു, പിന്നെ തിരിച്ചു സ്കൂട്ടറിൽ വരുന്നു. അത് 2 തരത്തിലാണ് എന്നെ കാണേണ്ടത്. ഒന്ന്, ഇലക്ഷൻ്റെ അന്ന് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാൻ വേണ്ടി 5 മണിക്ക് വന്നിട്ട് ആ ചായ ഇങ്ങനെ ഊതി കുടിച്ചുകൊണ്ടിരുന്നത്, കടി കഴിക്കുന്നതും ഒക്കെ. അത്രയും നേരം ചാനലുകാരിങ്ങനെ അവർ നിൽക്കും എന്നുള്ളത് പിന്നെ അറിയാം. അത് കഴിഞ്ഞിട്ടെങ്കിലും എന്തെങ്കിലും പറയുമെന്ന് എഴുതിയിട്ട് അവരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടന്മാരായി. ബിജു രാധാകൃഷ്ണൻ്റെ തൊണ്ടിയെടുക്കാൻ വേണ്ടിയിട്ടന്ന് പോയതുപോലെയായി. പിന്നെ ഇവന്മാരെ പൊട്ടന്മാരാക്കിയിട്ട് അങ്ങനെ ഇരുന്നു. അപ്പം ഇവന് കൃത്യമായിട്ട് സൈക്കോളജിക്കലി അഡ്വൈസ് കിട്ടുന്നുണ്ട്. ഇവർ കൃത്യമായിട്ട് അതിൽ വീഴുന്ന ആളുകളല്ലാത്തവർ ഇവിടെ ഉണ്ട് എന്നുള്ളത്. കാരണം അവൻ മനസ്സിൽ കാണുമ്പോൾ മാനത്ത് കാണുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട് എന്നുള്ള സാമാന്യ ബോധം രാഹുലിനില്ലാതെ പോയി. അപ്പോൾ അതൊരു തന്ത്രമായിരുന്നു. ചായ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്നു, അതായത് ഞാൻ കെയർ ചെയ്യുന്നില്ല, ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. അത് കൃത്രിമമായിട്ടുള്ള ധൈര്യം കാണിച്ചുകൊണ്ടെങ്കിൽ ചെയ്യുന്നില്ല. ഞാൻ വളരെ കോൺഫിഡൻ്റ് ആണ് എന്ന് കാണിക്കാനുള്ള ബോഡി ലാംഗ്വേജ്, സ്വാഭാവികമായ ബോഡി ലാംഗ്വേജ് അല്ല, കൃത്രിമമായിട്ട് സൃഷ്ടിക്കുന്നതെന്ന്. അതുതന്നെയാണ് ഇന്ന് ആ സ്കൂട്ടറിലുള്ള അതും വളരെ നാട്ടിൻപുറത്തെ ഒരു ചെറുപ്പക്കാരൻ പയ്യൻ പോകുന്ന ഒരു പ്രതീതി ഉണ്ടാക്കുന്നു. മറ്റേത് എന്തായിരുന്നു, റീൽസ് ഇട്ട് സിനിമ സ്റ്റൈലിൽ വരുന്നു, കൂടെ നടക്കുന്നവൻ്റെ മുഖത്ത് നോക്കിയിട്ട് നടത്തോട്ട് കറക്കിച്ച് തുപ്പുന്നു. ഈ അഹങ്കാരവും കാര്യങ്ങളും വെല്ലുവിളിയും നിനക്കുള്ള പാരിതോഷികം വെച്ചിട്ടുണ്ട്, എടാ വിജയ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ പരിപാടികളെല്ലാം. അതോടൊപ്പം മറ്റേതൊക്കെ പരസ്യമായിട്ട് CPM നേതാക്കന്മാരെ വെല്ലുവിളിക്കുന്നു, അണികളുടെ കൈയിടെ ഓടിക്കുന്നു. അതേസമയം രഹസ്യമായിട്ട് സ്വന്തം പാർട്ടിയിലുള്ള ആൾക്കാർക്കെതിരെ പാര വെക്കുന്നു ഏറ്റവും കൂടുതൽ. അതിന് CPM പല ആൾക്കാരുമായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാക്കുന്നു ഇവരെ കോർണർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ പോക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ പോയിരുന്നെങ്കിൽ രാഹുലിന് താല്പര്യമില്ലാത്ത പലരും സ്ഥാനാർത്ഥി പട്ടികയിൽ വരാതിരിക്കുകയും, അതായത് ഷാഫിക്ക് താല്പര്യമില്ലാത്തവർ വരാതിരിക്കുകയും, ഉൾപ്പെടുന്ന പലരും ഒരുപക്ഷെ അവർക്കെതിരെ കാലുവാരിൽ നടക്കുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ടായിരുന്നു. ആ സാധ്യത ഇപ്പം നടക്കാതായി. കാരണം ഇനിയിപ്പോൾ ഇവർ പോയിട്ട് സമീപിച്ച് കഴിഞ്ഞാൽ ഇവന്മാർ ഇപ്പോൾ അണ്ടർ ഒബ്സർവേഷനാണ് 2 അപ്പോൾ ഇവരുടെ ഓരോ നീക്കങ്ങളും ബാക്കിയുള്ളവരെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എപ്പോഴാണ് ഇവർ നമുക്കിട്ട് പണിയാന്നുള്ളത് സംഭവം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എല്ലാവരും ഈ പാര പണിത കഥകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് കഴിഞ്ഞു. ഇതാണ് സംഭവിച്ചു കഴിഞ്ഞത്. ഇപ്പം മാധ്യമ പ്രവർത്തകരായിട്ടുള്ള യുവതികളുടെ അടുത്ത് ഓരോരുത്തരുടെ അടുത്ത് ഇവർ അപ്രോച്ച് ചെയ്യുമ്പോൾ ഒറ്റയ്ക്ക് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ അവരും ഭയങ്കര അവർക്ക് താല്പര്യമില്ലെങ്കിലും ചിലപ്പം എൻ്റർടൈൻ ചെയ്യുന്നതല്ല, പക്ഷേ എന്നാലും ഒരാൾക്ക് ഇഷ്ടം തോന്നി എന്ന് പറയുന്ന ഒരു MLA ആണ് ഈ ഇഷ്ടം തോന്നി എന്ന് പറയുന്ന ഒരു അംഗീകാരമായിട്ട് കാണുന്ന രീതിയിലേക്ക് എടുക്കും. അതെടുക്കുന്നു. പക്ഷേ അവർക്ക് അതിന് താല്പര്യമില്ല എന്നൊക്കെ പറയുന്നു. പക്ഷേ അത് വേറെ ആരോടും ഷെയർ ചെയ്യുന്നില്ല. എന്നോട് ഇഷ്ടം തോന്നി, ഞാനതിനോട് യോജിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇങ്ങനെ മെല്ലെ ഇത് ഒരേ സാധനം കോപ്പി പേസ്റ്റ് ചെയ്ത് എല്ലാവർക്കും വിടുമ്പം, ഒരേ മെസ്സേജ് അയക്കുമ്പം, ചിലപ്പോൾ ഏറ്റവും വിശ്വസ്തയായിട്ടുള്ള ഒരാളോട് രാഹുലിന് എന്നോട് ഇങ്ങനെ ഇഷ്ടമുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞു എനിക്ക് അതിന് താല്പര്യമില്ല എന്ന് പറഞ്ഞു, നല്ല സുഹൃത്തായിട്ട് കാണാനേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. അപ്പം മറ്റേ പറഞ്ഞു ഇതാണോ നിനക്ക് അയച്ച മെസ്സേജ്? എനിക്ക് അയച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഇതിങ്ങനെ ലീക്കായി വരുന്നത്. കാരണം ഈ കോഴിത്തരം പുറത്താവുന്നത്. ഇതിനകത്തുള്ളൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് നല്ലൊരു വിശ്വാസിയാണെന്ന് ബോധ്യപ്പെടുത്താനും കൂടിയാണ് അമ്പലത്തിൽ പോയത്. ശ്രീനാദേവി കുഞ്ഞമ്മ റീകൗണ്ടിലാണെങ്കിലും കുറഞ്ഞ വോട്ടുകൾക്ക് ജയിച്ചതിന് നന്ദി പറയാൻ വേണ്ടി പോയതാണ് അത്.
അതറിയാമല്ലോ, അവർ തമ്മിലുള്ള അന്തർധാര സജീവമായതിന്റെ ഭാഗമായിട്ടാണ് ശ്രീനാദേവി കുഞ്ഞമ്മ. കഴിഞ്ഞ ദിവസം ശ്രീനാദേവി കുഞ്ഞമ്മ അത് സമ്മതിച്ചല്ലോ. കാരണം രാഹുലിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, ആത്മാർത്ഥ സുഹൃത്താണ് എന്നുള്ള കാര്യം സമ്മതിച്ചിട്ടുണ്ട്. ചാനലുകൾക്ക് മുമ്പിൽ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അപ്പം സൗഹൃദത്തിനൊന്നും കുഴപ്പമില്ല. പക്ഷെ അതിന് വേണ്ടിയിട്ട് പിന്നെ എല്ലാ കഥകളൊക്കെ അവതരിപ്പിച്ചതിനകത്തുള്ള നമുക്കുള്ള പ്രശ്നം, നന്നായിട്ട് രണ്ടുപേർക്കും നല്ല ഭാഷയുണ്ട്. പിന്നെ ആ രീതിയിൽ ആ ഒരു നല്ല മാച്ചിങ് ആയിട്ടുള്ള സൗഹൃദമാണെന്നുള്ള അഭിപ്രായം തന്നെ എനിക്കുള്ളത് അതിനകത്ത്. പിന്നെ നല്ലൊരു വിശ്വാസി കുറിയൊക്കെ തൊട്ട് അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരുമ്പം കാറ്റങ്ങോട്ടാണ് വീശുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ വിധി പ്രഖ്യാപനത്തിലൂടെ മനസ്സിലായി. അപ്പം ഇനിയിപ്പം വല്ല നാളെ കയ്യിൽ താമര പിടിച്ചാലും അത്ഭുതപ്പെടാനൊന്നുമില്ല എന്നുള്ള, കാരണം ഞാൻ വിശ്വാസിയാണ് എന്നുള്ളതും കൂടി ലോകത്തോടെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. രണ്ടാമത്തെ കാര്യം ഇതിനകത്തുള്ളൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഒരു നിയമനിർമ്മാണ സഭയിലെ അംഗമാണ്. MLA എന്ന് പറഞ്ഞാൽ MLA ഫണ്ട് ഈ ആൾക്കാർ വിചാരിക്കും കല്യാണത്തിന് വരലും പിന്നെ മരണത്തിന് വീട്ടിൽ പോകലും പിന്നെ കൈവീശി കാണിക്കലും MLA ഫണ്ട് എന്ന് പറഞ്ഞിട്ട് ഇന്ന MLA അവൻ്റെ വീട്ടിൽ നിർത്തി കൊണ്ടുവന്ന മാതിരി ഇന്ന MLAയുടെ പേരിൽ രാജൻ ജോസഫ് പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 2 ലക്ഷം രൂപ എന്ന് പറഞ്ഞിട്ട് ബോർഡ് വെച്ച് ഞാൻ എൻ്റെ പിന്നെ അപ്പച്ചനുണ്ടാക്കിയ പൈസയൊന്നുമല്ല, ഗവൺമെൻറ് പൈസ, അവർ നികുതി അടച്ച പൈസയ്ക്ക് പ്രൊജക്റ്റിന് വേണ്ടി ചിലവഴിക്കേണ്ടത്. അവിടെ വേണമെങ്കിൽ ഒരു ചാക്ക് സിമെൻറ്റ് കൂടുതൽ ഇടാൻ പറ്റുന്നതിന് കോൺക്രീറ്റ് റോഡാണെങ്കിൽ ആ ഒരു ചാക്ക് സിമെൻറ്റ് പൈസ കട്ട് ചെയ്തിട്ട് അതിന് ബോർഡ് വെക്കുക. ഈ പൈസയും കൂടി ഇവിടെ ചിലവഴിച്ചാൽ മതി. വേറെ എവിടെ എത്രയേ ഉള്ളേ? വേറെ ഏതെങ്കിലും രാജ്യത്ത് ഇങ്ങനെ ഉണ്ടോ? എല്ലായിടത്തും പിന്നെ ഇങ്ങനെ എഴുതി വെക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു വല്ലാത്ത സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ നിയമനിർമ്മാണ സഭയിൽ അംഗമായിരിക്കുന്ന ആൾ നിയമം നിർമ്മിക്കുന്നവനാണ്, നിയമനിർമ്മാണ പ്രക്രിയയിൽ പങ്കെടുക്കുന്നവനാണ്, അതിൽ ഭേദഗതികൾ ഒക്കെ കൊണ്ടുവരാൻ പിന്നെ അവകാശമുള്ള ആളാണ്, അതിന് ഉത്തരവാദിത്വമുള്ള ആളാണ്. ആ ആൾ നിയമം ലംഘിക്കുകയാണ് ചെയ്യുന്നത്. ഹെൽമെറ്റ് വെക്കാതെ പോകുക എന്ന് പറഞ്ഞാൽ ഹൂ കെയർസ് എന്നുള്ള ആറ്റിറ്റ്യൂഡ് തന്നെ അവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നിയമം ലംഘിക്കുന്ന ഒരാൾ അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം സാന്ദർഭികവശാലല്ല, ഇപ്പോൾ ആശുപത്രി കേസ് കേട്ടിട്ട് നമ്മൾ പെട്ടെന്ന് ഓടിപ്പോവുകയാണെന്നുണ്ടെങ്കിൽ സിബി ചിലപ്പോൾ നമ്മൾ ഹെൽമെറ്റ് എടുക്കാൻ വിട്ടുപോകും, ചിലപ്പോൾ നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടാൻ വിട്ടുപോകും. അത് കീക്കി അടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഓർത്തിടും. അതല്ലാത്ത പഴയ കാർ എടുത്ത് പോകുന്നതെന്ന് വെച്ചാൽ പഴയ മാരുതി 800 എല്ലാം വീട്ടിലിരിപ്പുണ്ടെങ്കിൽ പഴയ ജീപ്പ് വല്ല ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ എടുത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ അതിന് കീക്കൊന്നും അടിക്കത്തില്ല, നമ്മൾ എടുത്തങ്ങ് പോകും. സീറ്റ് ബെൽറ്റ് ഇട്ടില്ല എന്ന് പറഞ്ഞിട്ട് പോലീസുകാരൻ കൈ കാണിച്ചാൽ നിർത്താൻ പോലും നിൽക്കത്തില്ല. നമ്മൾ വല്ല ആരെങ്കിലും ആശുപത്രിയിലോട്ട് കോരി എടുത്ത് പോകുകയാണെങ്കിൽ ഇതങ്ങനല്ല. ഇത് വളരെ പ്ലാൻഡ് ആയിട്ട് ഇങ്ങനെ ഇറങ്ങിയപ്പോൾ ഹെൽമെറ്റ് വെക്കാതെ പോകുന്നു. ഫേസ് വിസിബിൾ ആവണമല്ലോ, മറ്റേത് രാഹുൽ ആണെന്നുള്ളത് മനസ്സിലാവത്തില്ല. അപ്പോൾ ചിരിച്ച് ഇങ്ങനെ അത് ഭയങ്കര രസകരമായിട്ട് പോകുന്നു പറഞ്ഞാൽ നിയമവ്യവസ്ഥിതിയെ വെല്ലുവിളിക്കുന്ന ഒരാൾ നിയമനിർമ്മാണ സഭയിലിരിക്കാൻ യോഗ്യനല്ല എന്നതല്ല. അബദ്ധം കൊണ്ട് പറ്റുന്നതുണ്ടാവും, മനഃപൂർവ്വം ചെയ്യുക, പർപ്പസ്ഫുള്ളി ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരു തരം അഹങ്കാരത്തിൻ്റെ മുഖത്ത് ഈ ചിരിച്ചുകൊണ്ട് കൊല്ലുന്നൊരു സ്വഭാവമാണ്. മുഖത്ത് പുഞ്ചിരി ഉണ്ടായിട്ട് കാര്യമില്ല. പിന്നെ അല്ലെങ്കിൽ സ്വന്തമായിട്ടും പിന്നെ മേക്കപ്പ് മാനും ബ്യൂട്ടീഷ്യനൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല, ഡയറ്റീഷ്യൻ ഉണ്ടായിട്ട് കാര്യമില്ല. ഹൃദയശുദ്ധി എന്ന് പറയുന്നതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വേറെയാണ്. അത് പിന്നെ ഇപ്പോഴും ഇല്ലാതാകുന്നു. ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ഒരു 10-30 ദിവസം വീട്ടിലിരുന്നപ്പോൾ ഞാൻ കരുതി നന്നായെന്ന് കരുതി. അത് കഴിഞ്ഞ് ഇപ്പോഴാണ് പോയിട്ട് ഈ നടിമാരെ എല്ലാം കൊണ്ടുവന്ന് ഈ കോപ്രായം, ഇതുവരെ കേരളം കാണാത്ത മാതിരിയുള്ള കോപ്രായമൊക്കെ കൂടെ കാണുന്നത്. പിന്നെ ഒരേ കളർ ഡ്രസ്സ്, എന്തൊക്കെ നാടകങ്ങളായിരുന്നു അതെല്ലാം കണ്ട് പിന്നെ എല്ലാം പ്ലാൻ ചെയ്തിട്ട് എല്ലാം ചെയ്ത് അപ്പം നമുക്ക് വീണ്ടും ആ സോഫ്റ്റ് കോർണർ വിട്ടു. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഇവൻ്റെ ആക്ടിവിറ്റീസും ഇല്ലീഗലാണ്. അതാണ് ആലോചിക്കേണ്ടത്. അതിൻ്റെ പാർട്ടാണ് ഇത്. ഇതൊരു പെറ്റി കേസാണ്, 500 രൂപ കണ്ട് ഫൈൻ അടയ്ക്കാനുള്ള കേസാണ്. ഇവൻ്റെ ലൈഫിലുള്ള മൊത്തം എടുത്ത് നോക്കുക, എല്ലാം ഇല്ലീഗലാണ്. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആവുന്നത് ഇല്ലീഗലായിട്ട്, എംഐക്ക് അതായത് മൊത്തം അടിയും മുടി എടുത്ത് നോക്കിക്കും. എല്ലാം ഇവന് ന്യായമായ വഴികൾ മുഴുവൻ അലർജിയാണ്. ഹെൽമെറ്റ് വെക്കുന്നത് അലർജി, അതേപോലെ തന്നെ ഇൻ്റർകോഴ്സിൽ ഏർപ്പെടുന്ന സമയത്ത് കോണ്ടം ഉപയോഗിക്കുന്നത് അലർജി, കോണ്ടം ഉപയോഗിക്കാൻ പാടില്ല. ഇനി കോണ്ടം ഉപയോഗിക്കാതിരുന്നിട്ട് ഗർഭം ധരിച്ചു കഴിഞ്ഞാലോ കുട്ടികൾ അലർജി, അത് ഭ്രൂണഹത്യയ്ക്ക് വിധേയരാക്കണം. ഖദർ അലർജി, കളറുള്ള ഷർട്ട് ഇടാൻ പറ്റുള്ളത്. സാധാ ഹോട്ടൽ പറ്റത്തില്ല, 5 സ്റ്റാർ ഹോട്ടലിലേക്കാണല്ലോ വിളിക്കുന്നത്. മറ്റേത് പണ്ട് ശശി തരൂർ പറഞ്ഞ പോലെ കാറ്റൽ ക്ലാസ് ഹോട്ടലിലേക്ക് സാധാരണ ഹോട്ടലിലൊന്നും പോകത്തില്ല. സാധാരണ യൂത്ത് കോൺഗ്രസ്സുകാരെ പോലെ ഒന്നും ഏതെങ്കിലും ലോഡ്ജിലൊന്നും പോയിട്ടോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലെ വെയിറ്റിംഗ് റൂമിലൊന്നും ഇരുന്നിട്ടോ മാറ്റ് ഓഫീസിൽ കിടന്നുറങ്ങിയിട്ടോ എന്നുള്ള ശീലമില്ല. അതിനൊന്നും പറ്റത്തില്ല. 5 സ്റ്റാർ ഹോട്ടൽ പിന്നെ തന്നെ, അല്ലെങ്കിൽ 7 സ്റ്റാർ 5 സ്റ്റാർ അങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. സ്റ്റാർ ഹോട്ടലുകളെ പറ്റുള്ളൂ. അപ്പോൾ അല്ലാത്ത സ്റ്റാർ ഇല്ലാത്ത ഹോട്ടലുകളെല്ലാം അലർജി. അതേപോലെ തന്നെ ഒറിജിനൽ വോട്ടർ ID എന്ന് പറഞ്ഞാൽ അത് അലർജി. അപ്പോൾ അതുകൊണ്ടാണ് വ്യാജ ഐഡിയൊക്കെ ഉണ്ടാക്കിയിട്ട് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഇപ്പം എനിക്ക് സംശയമുണ്ട്, ഞാൻ നിലമ്പൂർ ഈ പോലീസ് പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉദ്യോഗസ്ഥരുമായിട്ട് പോലീസുകാരൻ്റെ നേരം വെക്കിട്ട് കയറിയൊക്കെ ചെയ്ത സമയത്ത് ഞാനന്ന് പറഞ്ഞിരുന്നു, നിലമ്പൂർ ടൗണിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പോയെന്ന് പറയുന്നത് അവാസ്തവമാണ്. കാരണം എനിക്ക് അവിടുത്തെ ജിയോഗ്രഫിയും ഡെമോഗ്രഫിയും എല്ലാ ഗ്രഫിയും അറിയാം, കുന്തവും കുറച്ചൊക്കെ ഒക്കെ അറിയാം. സജി ചെറിയൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ എല്ലാ തേങ്ങയും വാങ്ങി അറിയാവുന്ന ആളാണ് ഞാൻ. അവിടെ പച്ചവെള്ളം പല കലക്കി കുടിച്ച നിലമ്പൂർ മണ്ഡലം. വടവളം പാലത്തിനപ്പുറത്തേക്ക് ഭക്ഷണം കഴിക്കാൻ പോയെന്ന് പറഞ്ഞാൽ പിന്നെ 24 കിലോമീറ്റർ അപ്പുറം മഞ്ചേരിയിലോ അല്ലെങ്കിൽ 26 കിലോമീറ്ററിലേറെ ദൂരം പെരുന്തമണ്ണയിലോ പോകണമെന്ന് പറഞ്ഞാൽ നിലമ്പൂർ കിട്ടാത്തൊരു ഫുഡും ഇല്ലെന്നുള്ളത്. അപ്പോൾ ഞാൻ കരുതി അതൊരു ചുമ്മാ ഒരു നാടകം കളിച്ചതാണ്.
പക്ഷേ ഇപ്പം എനിക്ക് സംശയമുണ്ട്. ഭക്ഷണം കഴിക്കാൻ പോകുന്നവർ വസ്ത്രവും അതേപോലെ പുസ്തകവും ഒക്കെ വെച്ചത്. കാരണം ഭക്ഷണം കഴിക്കാൻ പോയി കഴിഞ്ഞാൽ GPay ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും എടുക്കത്തില്ല, ഇല്ലെങ്കിൽ പേഴ്സ് എടുക്കും, വേറെ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. കാര്യമായിട്ട്. കാരണം വളവറം പാലത്തിന് അപ്പുറത്ത് പോകേണ്ട ആവശ്യമില്ല അവർക്ക് ഭക്ഷണം കഴിക്കാൻ. നിലമ്പൂർ കിട്ടാത്തൊരു ഫുഡും ഇല്ല. സൗത്ത് ഇന്ത്യൻ കിട്ടും, പിന്നെ നോർത്ത് ഇന്ത്യൻ കിട്ടും, ചൈനീസ് കിട്ടും, അറേബ്യൻ ഫുഡ് കിട്ടും, എല്ലാം കിട്ടും. ഇനി കഞ്ഞി കിട്ടണമെങ്കിൽ കഞ്ഞിയും കിട്ടും. ഇപ്പോൾ പിന്നെ കഞ്ഞിയും കുടിക്കത്തില്ല, കാരണം ഇവർ തന്നെ കഞ്ഞികളായതുകൊണ്ട് പിന്നെ ഇപ്പോൾ കഞ്ഞി കുടിക്കത്തില്ല. അവർ രാഷ്ട്രീയത്തിലെ കഞ്ഞികളാണ്. അപ്പം ഇവർ പോയത് എനിക്ക് സംശയം തോന്നുന്നത് കെ മുരളീധരൻ പറഞ്ഞതുപോലെ ഇവൻ രാത്രി മതിൽ ചാടാൻ അല്ല യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റാക്കിയെന്ന് പറഞ്ഞില്ല, മതിൽ ചാടാൻ പോയതാണോ, ഇനി അവിടെ ചെന്നപ്പോൾ എല്ലാം കണ്ടുവച്ചിട്ട് മതിൽ ചാടാൻ പോയതാണോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. മതിൽ ചാടുന്ന സമയത്ത് ഹെഡ് മാസ്റ്റർക്ക് ഈ മതിൽ ചാട്ടത്തിന് വലിയ താല്പര്യമില്ല. ഹെഡ് മാസ്റ്റർക്ക് നേരെ പോകാൻ വേണ്ടി പുസ്തകവും കയ്യിലെടുത്ത് കാണും. മതിൽ ആടി തിരിച്ചു വരുമ്പോൾ തുണിയൊക്കെ അഴുക്കാക്കുകയാണെങ്കിൽ മാറാൻ വേണ്ടി ഡ്രസ്സ് കയ്യിലെടുത്താണോ എന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല. എന്തായിരുന്നാലും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഒരുപാട് പെൺകുട്ടികളുടെ ശാപമുണ്ട്. രാഹുലിൻ്റെ തല നമ്മുടെ സ്വത്താണ്, അമൂല്യമായിട്ടുള്ള സ്വത്താണ്. കാരണം കുഞ്ഞമ്മയുടെ ജയത്തിന് നന്ദി പറയാനൊക്കെ ഇപ്പോൾ നമ്മൾ ഹെൽമെറ്റ് വെക്കുന്നത് നന്നായിരിക്കും. കാരണം ഇങ്ങനെ ഒരു ഇത്രയധികം കുരുട്ടുബുദ്ധിയുള്ള, കൂർമ്മബുദ്ധിയുള്ള, കുശാഗ്രബുദ്ധിയുള്ള, നേർബുദ്ധിയല്ല സൽബുദ്ധിയല്ല പറഞ്ഞത്, അതുള്ള ഒരു തല, അത് ചിലപ്പോൾ കേരളത്തിലെന്നല്ല ലോകത്ത് തന്നെ അത്ഭുതമായിരിക്കും. അത്രയധികം കുരുട്ടുബുദ്ധിയുള്ള, എപ്പോഴും രാവിലെ എണീക്കുമ്പോൾ തൊട്ട് തന്നെ ഇന്ന് ഏത് പെണ്ണിന് ഏത് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ചാറ്റ് ചെയ്യാം, ടെലിഗ്രാമിൽ, ഗൂഗിൾ പേയിൽ, എല്ലാത്തിലും ചാറ്റ് ചെയ്യാൻ കണ്ടുപിടിച്ച, ഒരു പക്ഷേ സ്വന്തമായിട്ടൊരു പേടകം ഉണ്ടാക്കിയിട്ട് ബഹിരാകാശത്തേക്ക് അയച്ചിട്ട് അതുവഴി ഉപഗ്രഹം ഉണ്ടാക്കി വെച്ചിട്ട് അതുവഴി അങ്ങനെയുള്ള സാറ്റലൈറ്റ് സംവിധാനങ്ങളിലേക്ക് വരെ പോകാൻ ഭാവിയിൽ സാധ്യതയുള്ള ആ തല, അത് എവിടെയെങ്കിലും പോയിട്ട് സ്കൂട്ടറിലാണ് പോയത്. ബൈക്കിൽ അത്രയും ബാലൻസ് ഇല്ലാത്ത സാധനം സ്കൂട്ടർ, അറിയാലോ അതിൻ്റെ സ്ഥിതി. അത് ചെറിയ ചുമ്മാ ഒരു കല്ലേക്ക് കയറിയാൽ മതി, ചിലപ്പോൾ സ്ലിപ്പാവും. അപ്പോൾ അങ്ങനെയൊക്കെ വന്നിട്ട് തലയ്ക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അത് നമ്മുടെ എല്ലാവരുടെയും നഷ്ടമാണ്. കാരണം ആ തല എന്ന് പറഞ്ഞാൽ രാഹുലിൻ്റെ മാത്രം സ്വത്തല്ല, നമ്മുടെ എല്ലാവരുടെയും പൊതുസ്വത്താണ്. കാരണം അത് ഉപയോഗപ്രദമാകുന്നൊരു തലയാണ്. ഇതുവരെ കുറേ പെൺപിള്ളാരുടെ ശാപം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പ്രാക്ക് മാത്രം. ഇപ്പം പെൺപിള്ളാരുടെ ശാപം മാത്രമല്ല ഉള്ളത്, ഈശ്വരൻ്റെ തന്നെ പ്രാക്കുണ്ട്. രാഹുൽ ഈശ്വരന് ജയിലിൽ നിന്ന് ഇപ്പോഴാണല്ലോ ഇപ്പോൾ ഇത് വിധി വന്നത്. നമ്മൾ പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ റിലീസ് ആകപ്പെടുമായിരിക്കും, നമ്മുടെ വീഡിയോ പുറത്ത് ഔട്ടിറങ്ങുമ്പോഴത്തേക്ക് എയർ ചെയ്യുമ്പോൾ. രാഹുൽ ഈശ്വരന് എന്തൊക്കെ പറഞ്ഞാലും ജയിൽ വാർഡന്മാരൊരു പണിഷ്മെൻറ്റ് കൊടുക്കും. കണ്ടോടാ, മൊബൈൽ ഫോണിനകത്ത് കാണിച്ചു കൊടുക്കും മറ്റവൻ ചായ കുടിക്കുന്നത്, മറ്റവൻ വോട്ട് ചെയ്യാൻ വരുന്നത്. ഇവന് വേണ്ടല്ലേ നീ അകത്തൂടെ കിടക്കുന്ന തേണ്ട, അവൻ തേണ്ട ആഘോഷിച്ച് നടക്കുന്നു ഇവർ കാണിച്ചു കൊടുക്കും, സെല്ലിൻ്റെ പുറത്ത് നിന്നിട്ട് കാണിച്ചു കൊടുക്കും. കണ്ടോ, അപ്പോഴല്ലേ ഇവൻ കരുതും. എന്നിട്ട് നാരി എന്നെ കാണാൻ വന്നില്ലല്ലോ, മുടിഞ്ഞു പോട്ടെ തന്നെ അവിടെ ഇരുന്ന് പ്രായി കാണും രാഹുൽ ഈശ്വരൻ. അപ്പോൾ എന്തായിരുന്നാലും എനിക്ക്, അതായത് ഞാൻ പറഞ്ഞത്, ഒരാൾ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ മാത്രമേ ഞാൻ ഇടപെടൂ. എൻ്റെ ജീവിതത്തിൽ തുടക്കം തൊട്ട് ഒടുക്കം വരെ എത്രയൊക്കെ അനുഭവങ്ങളുണ്ടായാലും ഞാൻ ഈ നിയമവിരുദ്ധ പ്രവർത്തനവുമായി മുന്നോട്ട് പോകും, നിയമത്തെ വെല്ലുവിളിച്ച് മുന്നോട്ട് പോകും. ഹൂ കെയേഴ്സ് എന്ന ആറ്റിറ്റ്യൂഡിൽ നിന്ന് മാറാൻ, മാനസാന്തരപ്പെടാൻ തയ്യാറല്ലാത്ത രാഹുലിനെ ഇപ്പോൾ ഉൾക്കൊള്ളാൻ എൻ്റെ മനസ്സ് പാകമായിട്ടില്ല. കാരണം നമ്മൾ ഒരുപാട് അവസരങ്ങൾ കൊടുക്കുമ്പോൾ മിസ്യൂസ് ചെയ്യുന്ന ഒരാളോട് കോംപ്രമൈസ് ചെയ്ത് മിണ്ടാതിരിക്കണം എന്ന് ഞാൻ കരുതുമ്പോഴും വീണ്ടും നമുക്ക് പേഴ്സണലല്ല, അതൊരു നമ്മുടെ ഒരു പൊതുസമൂഹത്തെ മൊത്തത്തിൽ വെല്ലുവിളിക്കുകയാണ്. അത് നമ്മുടെ ഒരു കൺസേൺ ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ ടോപ്പിക് എടുക്കുമ്പോഴും നമുക്ക് ഇങ്ങനെ തന്നെ സംസാരിക്കേണ്ടി വന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ഇന്ന് ഈ ടോപ്പിക് എടുക്കത്തില്ലായിരുന്നു, രാഹുലിൻ്റെ വിഷയം എടുക്കാൻ ഉദ്ദേശിച്ചതല്ല. ഈ സാധനം കണ്ടപ്പോഴാണ് നമ്മൾ പറഞ്ഞത്. അതിനേക്കാൾ ഡോസ് കൂടിയത് പലതും പറയാൻ ബാക്കിയുണ്ട്. രാഹുൽ സേഫ് സോണിലല്ല എന്ന് ആദ്യം ഓർക്കേണ്ടത് രാഹുൽ തന്നെയാണ്. രാഹുൽ അതിന് ആ ഓർമ്മയോട് കൂടിയിട്ട് വേണം ഈ നാടകങ്ങൾ കളിക്കാൻ എന്നുള്ളത് മാത്രമാണ് രാഹുലിനോട് സ്നേഹപൂർവ്വം ഇപ്പോൾ ഓർമ്മപ്പെടുത്താനുള്ളത്. ബാക്കി ഹെഡ് മാസ്റ്ററോടൊക്കെ ഉള്ളത് പറയാനുള്ളതൊക്കെ പറയാൻ സമയമാകുമ്പോൾ നമ്മൾ പറയും, അത്ര മാത്രമേ ഉള്ളൂ.